അബാക് മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണദിന ആശംസകൾ. അനഭായോഗം ടീച്ചറെ, ഈ ചന്ദ്രനാണല്ലോ എൻ്റെ കാരകൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ അനഭായോഗം എന്ന് പറയുന്നത് വളരെ കുറച്ചു പേർക്ക് കാണുന്നു, പക്ഷെ കുറെ പേർക്കുണ്ട്. കുറച്ചുപേർ അറിയുന്നു, എന്നാൽ ഓൾമോസ്റ്റ് ആൾക്കാർക്കും ഉണ്ട് എന്നുള്ളതാണ് പുറമെ പറയുന്നത്. അപ്പൊ ചിലപ്പോൾ ഇത് ഈ പ്രോപ്പറായിട്ട് ഗജകേസരി യോഗം, ഈ രാജയോഗം എന്നൊക്കെ പോലെ ഫെമിലിയർ അല്ലാത്തതുകൊണ്ടായിരിക്കാം. എന്താണ് അത് മാത്രമല്ല, ഈ പിന്നെ ഇപ്പൊ പറഞ്ഞത് തന്നെയാണ് ഒരു ഭൂരിപക്ഷം ജാതകങ്ങളിലും ഈ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ സുനഭായോഗമോ അനഭായോഗമോ അതല്ലെങ്കിൽ അതിനോട് ചേർന്ന് മറ്റു രണ്ട് യോഗങ്ങളൊക്കെ ഭൂരിപക്ഷം ജാതകങ്ങളിലും ഉണ്ടാകും. അത് എത്രത്തോളം ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് ഭൂരിപക്ഷം ജാതകങ്ങളിലും കാണുന്നത് കൊണ്ട് സത്യത്തിൽ ജ്യോത്സ്യന്മാര് പോലും ഇതിനെ അത്രയ്ക്ക് അങ്ങോട്ട് പരിഗണിക്കാറില്ല. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ചന്ദ്രന്റെ 2-ൽ ഏതെങ്കിലും പഞ്ചതാരാഗ്രഹങ്ങളിൽ ഒരു ഗ്രഹം നിന്ന് കഴിഞ്ഞാൽ സുനഭായോഗം എന്ന് പറയുന്നത് പോലെ ചന്ദ്രന്റെ 12ാം ഭാവത്തിൽ തൊട്ട് പിന്നിലായിട്ട് ഈ പറഞ്ഞ ഏതെങ്കിലും പഞ്ചതാരാഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒരു ഗ്രഹം നിന്ന് കഴിഞ്ഞാലാണ് അനഭായോഗം വരുന്നത്. അതും സുനഭായോഗം പോലെ തന്നെയാണ് ഏകദേശമൊക്കെ ഫലത്തെ ചെയ്യുന്നത്. അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള സാമ്പത്തിക ശേഷി, വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള ജീവിത മറ്റ് സാഹചര്യങ്ങൾ, ഒരു കീർത്തി, സൽകീർത്തി തുടങ്ങിയിട്ടുള്ള സംഗതികൾ ഉണ്ടാകും. അത് കൂടാതെ നമുക്കൊരു പ്രൊട്ടക്ഷൻ തരും. ഇത് നമ്മൾ മാനസികമായിട്ടും അതേപോലെ ശാരീരികമായിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളിലൊക്കെ ഒരു വീഴ്ച വരാതെ, നമ്മളുടെ ഭാഗത്തുനിന്ന് വലിയ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാതെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ കുറഞ്ഞു പോവാതെ ഒക്കെയുള്ള ഒരു 12ാം ഭാവം നഷ്ടസ്ഥാനം, ദുരിതത്തിൻ്റെ സ്ഥാനം, വീഴ്ചയുടെ സ്ഥാനമൊക്കെയാണ്. വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികമായിട്ടുള്ള വീഴ്ച മാത്രമല്ല, നമ്മൾ മാനസികമായിട്ട് നമ്മൾ ഡൗൺ ആവാതെ, അതേപോലെ തന്നെ എപ്പോഴും നമുക്ക് തെറ്റുപറ്റി അതല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടതായിരുന്നു എന്ന് പറയുന്നൊരു സംഗതി അങ്ങനെ വരാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളൊക്കെ വന്നു വരും. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ അത് അധികം വരാതെ ഒക്കെ ഒരു പ്രൊട്ടക്ഷൻ തരുന്നതാണ് ഈ അനഭായോഗം. അതുമാത്രമല്ല, ഇതിൽ ഏത് ഗ്രഹത്തെ കൊണ്ടാണ് ഈ യോഗം എന്നുള്ളതിനനുസരിച്ചിട്ടും ചില വേരിയേഷൻസ് വരുന്നുണ്ട്. അത് ഈ പിന്നെ ചൊവ്വയെ കൊണ്ടാണെങ്കിൽ അതുപോലെ ബുധനെ കൊണ്ടാണെങ്കിൽ ആ രീതിയിലുള്ള സംഗതികൾക്കായിരിക്കും ആ ചൊവ്വയെ കൊണ്ട് കിട്ടേണ്ട കാര്യങ്ങൾ. അല്ലെങ്കിൽ ബുധന എപ്പോഴും അറിവിൻ്റെ, വിദ്യയുടെ, വിവേകത്തിൻ്റെ ഒക്കെ ആളാണ്. അപ്പോൾ ആ തരത്തിലുള്ള വീഴ്ചകളൊന്നും സംഭവിക്കാതിരിക്കാൻ ഉള്ള പ്രൊട്ടക്ഷൻ അത് തരും. എല്ലാ തരത്തിലും തരുമെങ്കിലും അതിനാണ് കുറച്ചും കൂടി ശക്തി കൂടുതലുണ്ടാവുക. ഇങ്ങനെ ഏത് ഗ്രഹമാണോ അവിടെ നിന്നിട്ട് ഫലത്തെ ചെയ്യുന്നത്, ഈ യോഗകാരകനായിട്ടുള്ള ഗ്രഹം ഏതാണോ ആ ഗ്രഹത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഫലത്തെ അത് ചെയ്യും. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഫലത്തെ തരും. അങ്ങനെയാണ് ഈ അനഭായോഗം സംഭവിക്കുന്നത്. ഇതൊക്കെ കോമൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ ഗ്രഹം എത്രത്തോളം നമുക്ക് അനുകൂല സ്ഥിതിയാണ് എന്നുള്ളതാണ്. അതിന് ബലമുണ്ടെങ്കിൽ, ബലം കിട്ടാനായിട്ട് എപ്പോഴും സ്വക്ഷേത്രം, ഉച്ചം, മൂലത്രികോണം, അതേപോലെ തന്നെ അംശക ബലം കിട്ടാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. മിത്രക്ഷേത്ര സ്ഥിതി, ശത്രുക്ഷേത്ര സ്ഥിതി. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. ജാതകം കണ്ടാൽ മാത്രമേ ഇത് എത്രത്തോളം പവർഫുൾ ആണെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അപ്പം ജാതകം കൂടി പരിശോധിക്കുമ്പോഴാണ് ഇയാൾക്ക് ഇതിൻ്റെ ഗുണം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് സാധിക്കുക. ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാകും, ഫലത്തെ കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വരുന്നത്. ശരി ടീച്ചറെ, നമ്മളിപ്പോൾ ഈ പറയുന്ന ചന്ദ്രന്റെ ബലക്കുറവ് കൊണ്ട് പല ആൾക്കാരും മാനസിക പ്രശ്നങ്ങളിൽ ഭീകരമായി പോകുന്നൊരു സാഹചര്യമുണ്ട്. ഒന്നുകിൽ മാനസിക വിഭ്രാന്തി, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആത്മീയ സംരക്ഷണം ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് ആക്സിഡന്റുകൾ വരാം. പിന്നെ ഇതൊരു ശരിക്കും പ്രകൃതിയുടെ ഒരു സംരക്ഷണ കവചമാണ്. അപ്പം ഈ ചന്ദ്രന്റെ ബലക്കുറവുള്ള സമയത്ത് മെജോറിറ്റി ആൾക്കാരും പറയും ദേവി ഉപാസന ചെയ്യൂ, ദേവിയുടെ അടുത്ത് പോകൂ, പ്രാർത്ഥിക്കൂ എന്നൊക്കെ പറയുന്നു. പക്ഷേ എന്നിലേക്ക് വരുന്നവർക്ക് ഞാൻ ശിവോഹം പ്രൊട്ടക്ഷൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. മഹാദേവനെ ഉപാസിച്ചു കഴിഞ്ഞാൽ ചന്ദ്രബലം കൂടും, മനസ്സിന്റെ ബലം ഭയങ്കരമായിട്ട് കൂടും. നമുക്ക് മാനസിക ഒരു സംഘർഷം ഉണ്ടെങ്കിൽ മഹാദേവനെ ഉപാസിക്കൂ എന്ന് ഞാൻ പറയും. അത് നിയോഗമുള്ളവർ ശിവോഹത്തിലേക്ക് വരും. ശിവോഹത്തിൽ വന്നാൽ ഒരു 100% മാറും. പക്ഷേ ഇവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഇവരുടെ ചന്ദ്രബലം കൂട്ടിയിട്ട് ഈ പറയുന്ന അനഭായോഗം ഉണ്ടെന്ന് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സാമ്പത്തിക സോഴ്സ് കൂടും.
അതെ അതെ അല്ലേ? അതെ അതെ സാമ്പത്തിക സാമ്പത്തിക സോഴ്സ് അവർ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറം, അതായത് ടീച്ചർ പറഞ്ഞ പോലെ മാനസിക വീഴ്ചയും ശാരീരിക വീഴ്ചയെക്കാളും ശാരീരിക വീഴ്ച ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് മാറാം. മാനസിക വീഴ്ച എന്നൊക്കെ പറഞ്ഞാൽ ചില ആൾക്കാർ തകർന്നടിച്ചു പോകും. ഡിപ്രഷൻ മൂഡിലേക്ക് അതെ പോകും. അതെ. അത് ടാബ്ലറ്റ് കഴിക്കുന്ന ഒരുപാട് പേര് വിളിക്കുന്ന സമയത്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ എത്രയോ പേര് ഈ പറയുന്ന സംഭവങ്ങളെടുത്ത് ശിവമോഹത്തിൽ പോകുന്നുണ്ട്. പക്ഷേ ഈ സാമ്പത്തിക സോഴ്സ് കൂടുമ്പം ഇവര് വളർന്നു വരുന്ന ഒരു രീതിയുണ്ട്. അതായത് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു കോൺഫിഡൻസ് ലെവലുകൾ വരുന്നുണ്ട്. പിന്നെ ഓരോ പ്രാവശ്യം വിളിച്ചിട്ട് എനിക്ക് അത് കിട്ടി, ഇത് കിട്ടി, ഞാൻ അത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഈ പറയുന്ന മാനസിക ബലം കൂട്ടുന്നതിനോടൊപ്പം ഈ പറയുന്ന അനഭയോഗം ഉണ്ടെങ്കിൽ ഇവർക്ക് ഏത് ക്ഷേത്രത്തിൽ പോയാലാണ് അല്ലെങ്കിൽ ഏത് വഴിപാട് ചെയ്താലാണ് സാധാരണപ്പെട്ടവർക്ക് അടുത്ത ലെവലിലേക്ക് വരാൻ പറ്റുക? അതെ, കോമൺ ആയിട്ട് നമുക്ക് പറയാൻ ഈ പറഞ്ഞ പോലെ ചന്ദ്രന്റെ പവർ കൂട്ടുക എന്നാണ്. കാരണം ഈ നമ്മളിനി അടുത്ത യോഗം പറയുമ്പോൾ അതിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. അപ്പോൾ ചന്ദ്രൻ എപ്പോഴും ജാതകത്തിൽ സൂര്യനും ചന്ദ്രനും അനുകൂലരും ബലവാന്മാരായിരിക്കുകയുമാണ് വേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് അവർക്ക് ഒരാളിൻ്റെയും സഹായം വേണ്ടി വരില്ല. എല്ലാ രീതിയിലും അവർ ഒറ്റയ്ക്ക് കാര്യങ്ങളെ നേരിടാനായിട്ട് ഏത് കണ്ടീഷനിൽ കൂടി പോയാലും ശരി അവരുടെ ജീവിതം സേഫാണെന്നോ അവർ ഒരിക്കലും ഡൗൺ ആവില്ല എന്നോ ഒന്നുമല്ല. പക്ഷേ അവർക്ക് ഒരാളിൻ്റെയും സഹായം ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും വേണ്ടി വരില്ല. അവർ പ്രാപ്തനായിരിക്കും. അപ്പോൾ അത് തന്നെയാണല്ലോ അപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് നിന്ന് ജീവിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞിട്ട് കുടുംബം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഒരു ഹെൽപ്പിൻ്റെ ഒരു കൈ വരേണ്ടി വരില്ല. അതല്ലെങ്കിൽ അയാൾ ആവശ്യപ്പെടാതെ തന്നെ ആ കൈകൾ ധാരാളമായിട്ടുണ്ടാകും. അതൊരു ഹെൽപ്പ് ഒരാളോട് ചോദിക്കുക എന്നുള്ള അവസ്ഥ വേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് ജീവിതത്തെ എത്തിക്കാനായിട്ട് ചന്ദ്രബലം കൂട്ടുക എന്നുള്ളതാണ്. ചന്ദ്രബലം കൂട്ടാൻ പല മാർഗങ്ങളുണ്ട്. യോഗയിൽ കൂടി ചെയ്യാം, പ്രാണായാമാദികളിൽ കൂടി ചെയ്യാം. പിന്നെ അതൊന്നും ചന്ദ്രന് ബലം കുറഞ്ഞ വ്യക്തികൾക്ക് അതൊന്നും സാധിക്കില്ല. മനസ്സൊരു സ്ഥലത്ത് ഏകാഗ്രമായിട്ട് നിർത്തണമല്ലോ. ജാതകത്തിൽ ചന്ദ്രന് ബലം കുറഞ്ഞ വ്യക്തികൾക്ക് അത് സാധിക്കില്ല. അപ്പൊ ചെയ്യേണ്ടത് ക്ഷേത്ര ദർശനമാണ് എങ്കിൽ ശിവക്ഷേത്രത്തിൽ പോകുക. അതേപോലെ തന്നെ ദേവി ഭഗവതിയെ നന്നായിട്ട് ഉപാസിക്കുക. മറ്റൊരു കാര്യം, വീട്ടിൽ അമ്മ ഉണ്ടെങ്കിൽ അമ്മമാരെ സേവിക്കുക. ശരിയാ. അതും കുറവായിരിക്കും. ചന്ദ്രബലം കുറയുമ്പോൾ അതും കുറവായിരിക്കും. അപ്പോൾ അമ്മയുമായിട്ട് ഫൈറ്റ്, അല്ലെങ്കിൽ അമ്മ എൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ചിട്ടല്ല അടുത്ത വീട്ടിലെ എൻ്റെ പ്രായത്തിലുള്ള കുട്ടിയെ നോക്കിയ പോലെയല്ല എന്നെ അമ്മ നോക്കിയത്, ഇങ്ങനെ ഒരു പരാതിക്കെട്ടായിരിക്കും ഈ കുട്ടി. അതല്ലെങ്കിൽ അമ്മ വീക്കായിരിക്കും. രണ്ടിലൊന്ന് സംഭവിച്ചിരിക്കും. അപ്പോൾ ഞാൻ പറയുക, ഏത് ഏജിലെത്തിയ ആളുകളായാലും ശരി, വീട്ടിൽ അമ്മയുണ്ടെങ്കിൽ അത് അവരിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടില്ല, എനിക്ക് എന്നെയല്ല എൻ്റെ ചേട്ടനെയാണ് സ്നേഹിച്ചത്, അനിയനെയാണ് അനിയത്തിയാണ് സ്നേഹിച്ചത് എന്നൊക്കെ പരാതികളുണ്ടാകും. കാരണം ഈ പരാതിക്കൊക്കെ ഇയാൾ അർഹനായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ അടുത്ത് എത്തുന്നതോടുകൂടി ആ ചിന്തയെ അങ്ങോട്ട് മാറ്റാൻ സാധിക്കും. നമ്മൾ ആ രീതിയിലാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അമ്മമാരെ സേവിക്കുക, അവരുടെ സുഖദുഃഖങ്ങൾ അന്വേഷിക്കുക, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇത്രയും കാലം കഴിഞ്ഞു, ഇനി എന്താണോ അവർക്ക് ആവശ്യം അത് ചെയ്തു കൊടുത്തേക്കുക. പരാതി മാറ്റി വെക്കുക. കാരണം ഇതെല്ലാം അനുഭവിക്കാൻ പാകത്തിന് സഞ്ചിയും തൂക്കി വന്നവരാണ്. പൂർവജന്മത്തിലെ ആ സഞ്ചിയോട് കൂടി വന്നവരാണ് നമ്മളെ. അതിവിടെ കഴിഞ്ഞു പോയാലോ. അതാണ് ഇത്. പക്ഷെ എപ്പോഴും ഇത്തരത്തിൽ പറഞ്ഞു കൊടുക്കുന്ന, അത് ജ്യോത്സ്യനായിക്കൊള്ളണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളെ തന്നെ സമീപിച്ചോളണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് പറഞ്ഞു കൊടുക്കാൻ പാകത്തിനുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ഇയാൾ എത്തിച്ചേരുക എന്നുള്ളത് അത് ഈശ്വരേച്ഛയാണ്. ആ ഒരു ഭാഗ്യം ഇയാൾക്ക് ഉണ്ടായിരിക്കണം, എങ്കിലേ അവിടെ എത്താൻ സാധിക്കുള്ളൂ. ഇനി അടുത്തൊരു കാര്യം, ധാരാളം പേര് ഇയാളോട് പറഞ്ഞിട്ടുണ്ടാകും ഇതിനു മുന്നേ, അതിനൊന്നും ചെവി കൊടുക്കില്ല. എൻ്റെ അമ്മ ചെയ്തത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ എൻ്റെ അച്ഛമ്മ എന്നോട് ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്കൊന്നും അറിയില്ല, ഞാനല്ലേ അനുഭവിച്ചയാളെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ ഭാഗം ന്യായീകരിച്ചു കൊണ്ടിരിക്കും. അയാൾക്ക് ആ പുണ്യം ഇല്ല എന്നാണ്. ഈ ചന്ദ്രബലം വർദ്ധിപ്പിക്കാൻ തക്ക അത്ര പുണ്യം ഇയാൾക്ക് ഇല്ല. എങ്കിൽ അത് ഉണ്ടെങ്കിലാണല്ലോ ഈ വാക്കുകൾ കേട്ട് ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുക. അതേപോലെ പിന്നെ അപൂർവം ചിലർക്ക് നമ്മളത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും ഇന്നലെ വരെ പെരുമാറിയ രീതിയിൽ നിന്നും മാറാനുള്ള
ഒരു വൈമുഖ്യം, ഒരു ചമ്മൽ എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടാവും. ഇതെല്ലാം മാറ്റി വെച്ചോളൂ, കാരണം ജീവിതമേ മാറാനുള്ള വഴികളാണിത്. അപ്പോൾ പിന്നെ ഈ ഒരു കുഞ്ഞു ചമ്മൽ, അതുപോലെ നമ്മുടെ അമ്മമാരുടെ അടുത്തല്ലേ, അമ്മയോ അച്ഛമ്മയോ, ഇതിപ്പോൾ അമ്മ തന്നെ ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ, അതും അവിടെ പ്രധാനമാണ്. മകൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ മകളുടെ സ്ഥാനത്ത് നമ്മളെ കാണുന്ന ഏതൊരു സ്ത്രീയുമാവാം. അത് അമ്മയായിരിക്കാം, അമ്മയുടെ അമ്മയായിരിക്കാം, വല്യമ്മമാരോ ചെറിയമ്മമാരോ ചിറ്റന്മാരോ, അങ്ങനെ ആരായിരിക്കാം. അതേപോലെ നമ്മുടെ ഭാഗത്തു നിന്ന് അവർക്കൊരു വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ തെറ്റും ശരിയോ ഒന്നും നോക്കണ്ട, നമ്മൾ ക്ഷമ പറയുക. അതാണ് ചെറിയവരാരാണോ അവർ പോയി ക്ഷമ പറഞ്ഞിട്ട് ഇനി ക്ഷമിക്കണം എന്നുള്ള ഒരു അത്തരത്തിലുള്ള ഒരു എന്താ പറയുക, ഈ ആചാരപരമായിട്ടുള്ള അങ്ങനെയൊന്നും അല്ല. എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ പാകത്തിനുള്ള എന്തെങ്കിലും ഒന്ന് നമ്മളുടെ ഭാഗത്ത് അങ്ങോട്ട് ഉണ്ടായാൽ മതി. പിന്നീട് അങ്ങോട്ട് അവർക്ക് ഫേവറായിട്ടുള്ള കാര്യങ്ങൾ, അവരെ കുറച്ചുകൂടി ശ്രദ്ധിക്കുക തുടങ്ങിയിട്ടുള്ള സംഗതി. ഒരുപാടൊന്നും കൊടുക്കണ്ട ഈ അമ്മമാരെ സന്തോഷിക്കാനായിട്ട് കുറേ പണമോ കുറേ വസ്ത്രമോ കുറേ പൊന്നോ ഒന്നും വേണ്ട. ഒരു നല്ല വാക്ക്, അവരെ കാണാൻ ചെല്ലുമ്പോൾ ഒരു മധുരം, അവരുടെ അടുത്ത് കുറച്ച് സമയം ഇരിക്കുക, അവരെ കേൾക്കുക, അവരെ കേൾപ്പിക്കുക. ചിലപ്പോൾ മക്കളുടെ വാക്കുകൾ, മക്കളുടെ സംസാരവും ചിരിയും കളിയും ഒക്കെ കാണാനും കേൾക്കാൻ, എത്ര പ്രായം 50 വയസ്സായിട്ടുള്ള മകനാണെങ്കിലും ശരി, ഇവരുടെ ചിരിയും കളിയും സംസാരവും ഒക്കെ കേൾക്കാനായിരിക്കും അവർക്കിഷ്ടം. അപ്പോൾ അവരെ കൂടി, അമ്മ പോയി കിടന്നോളൂ, അമ്മക്ക് വയ്യല്ലോ, അമ്മ കുഴമ്പ് തേച്ചോളൂ, അമ്മ മുറിക്കാത്തിരുന്നാൽ പോരെ, അമ്മ വരുമ്പോൾ മരുന്നിൻ്റെ മണം വരുന്നു, ഇങ്ങനെ പറയാതെ തൊട്ടടുത്ത് അവരെ ഇരുത്തിയിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അല്ലേ. ഒരു വളരെ തിരക്ക് പിടിച്ച ഒരു IT ഫീൽഡിലൊക്കെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ രാവ് മുഴുവൻ ഇരുന്ന് ഡ്യൂട്ടി ചെയ്യുന്നു, പകൽ മുഴുവൻ അയാൾക്ക് ഉറങ്ങണം. ഇതിൻ്റെ ഇടയിൽ എപ്പോഴാണ് സമയം ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കസേര ഇട്ടിട്ട് അവിടെ കൊണ്ടുവന്ന് കുറച്ച് സമയം ഇരുത്തൂ, അമ്മയ്ക്ക് കാപ്പി വേണമെന്ന് ചോദിക്കൂ, വേണമെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ അമ്മയോട് പറയൂ, ഇനി അമ്മ ഒരു ഗ്ലാസ് കാപ്പി എനിക്ക് തരും, വേണമെങ്കിലും വേണ്ടെങ്കിലും നമുക്ക് 2 പേർക്കും കൂടി കുടിക്കാലോ എന്ന് പറയുക. ഇത്രയ്ക്കൊക്കെ മതി ഈ മാതൃസ്ഥാനത്തുള്ളവരെ സന്തോഷിക്കാൻ. അത് ചെയ്യുക, ഇവരുടെ ഉറപ്പായിട്ടും രക്ഷപ്പെട്ടിരിക്കും. എന്തായാലും ടീച്ചർ പറഞ്ഞ വളരെ വലിയൊരു പരിഹാരമാണ്. കാരണം അമ്മയെ സേവിക്കുന്നതിനപ്പുറം വേറൊന്നുമില്ല. സാക്ഷാൽ പ്രപഞ്ചനാഥൻ മഹാദേവനെ വിളിച്ച് ഉപാസിക്കുന്നിടത്ത സമയത്ത് അതിനോടൊപ്പം അമ്മ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു എന്താ പറയുക തിരിച്ചറിവാണ്. നമ്മളുടെ അമ്മയുടെ ജനനം, നമ്മൾ അമ്മയെ സെലക്ട് ചെയ്താണ് ആത്മാവ് വരുന്നത് ഇവിടെ അല്ലേ. പഴയ കർമ്മങ്ങളുമായിട്ട് നമ്മൾ ശരിക്കും അമ്മയെ സെലക്ട് ചെയ്ത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ എന്താ പറയുക ഗർഭമായി ഇവിടെ വരുന്നത്. നമ്മളാണ് അമ്മയെ സെലക്ട് ചെയ്തത്, അമ്മയെ അച്ഛനെയും. അപ്പോൾ ആ അമ്മയെ നമ്മൾ പൂർണ്ണമായിട്ടും സന്തോഷത്തിലാക്കുകയാണെങ്കിൽ, ഉൾക്കൊള്ളുക, സന്തോഷിപ്പിക്കുകയാണെങ്കിൽ ഈ അനഭായോഗം സുനഭായോഗവും അനഭായോഗവും ഇനി പറയാൻ പോകുന്ന 2 യോഗങ്ങളും അതെ ഏതാണെങ്കിലും ഭദ്രമായിരിക്കും. സന്തോഷം എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഈസിയസ്റ്റ് ആയിട്ട് പേയ്മെന്റ് ഒന്നും കൊടുക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരമാണ്. വലിയൊരു തിരിച്ചറിവാണ്. സന്തോഷം. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.